പ്രിയമുള്ളവരെ, നിങ്ങൾക്കേവർക്കും ഓങ്കോ വ്യൂസിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം, നമ്മൾ എന്തുകൊണ്ട് ക്ലിനിക്കൽ ട്രയലിൽ പങ്കെടുക്കണം എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് നിസ്സംശയം പറയാം, ക്ലിനിക്കൽ ട്രയലിൽ കിട്ടുന്നത് പോലെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടും അത്രയും ഗുണമേന്മ എന്ന് വെച്ചാൽ ക്വാളിറ്റി ഉള്ളതുമായൊരു ചികിത്സ വേറൊരു ചികിത്സാ രീതിയിലും കിട്ടത്തില്ല എന്ന് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. അതിനുള്ള കാരണം, ഒന്ന്, ക്ലിനിക്കൽ ട്രയൽ നടത്താൻ എല്ലാ ആശുപത്രികൾക്കും അനുവാദമില്ല. ക്ലിനിക്കൽ ട്രയൽ നടത്തണമെങ്കിൽ അത് അത്രയും നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് ഗവൺമെൻറ്റിന്, ഡോക്ടർമാർക്ക് ബോധ്യപ്പെട്ടാൽ പോരാ, കമ്പനികൾക്ക് ബോധ്യപ്പെട്ടാൽ പോരാ, നമ്മുടെ നാട്ടിൽ നിയമം മൂലം നടപ്പാക്കിയ സ്ഥാപനങ്ങൾക്ക്, ഗവൺമെൻറ്റിന് അതിന് അനുവാദം കൊടുക്കുന്നത് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അവർ വന്ന് പരിശോധിച്ച് അത് നടത്താനുള്ള കേപ്പബിലിറ്റിയും സാങ്കേതികവിദ്യയും ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും ഉണ്ടെന്ന് വരെയും മാത്രമേ ഒരു ആശുപത്രിക്ക് ക്ലിനിക്കൽ ട്രയൽ നടത്താനുള്ള അനുവാദം ആദ്യമേ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു ക്ലിനിക്കൽ ട്രയൽ ആ ആശുപത്രിയിൽ നടത്തുന്നതിന് മുമ്പായിട്ട് 3 പ്രധാനപ്പെട്ട കടങ്ങണം. അത് ഒന്ന്, ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ്. നമ്മൾ ഈ ക്ലിനിക്കൽ ട്രയൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡിൽ പോയി ഇത് രോഗികൾക്ക് നല്ലതാണോ, ഇത് ശാസ്ത്രീയമാണോ, ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷവശമുണ്ടോ, ഇതെല്ലാം ഒരു കൂട്ടം ആളുകൾ ഇരുന്ന് പരിശോധിക്കും. അതിനാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ് എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡിൽ ആശുപത്രിയിലെ അംഗങ്ങൾ മാത്രമല്ല, ആശുപത്രിയിലെ അംഗങ്ങളുണ്ടാകും, പുറമേ നിന്നുള്ള അംഗങ്ങളുണ്ടാകും, ഒരു ലോയർ ഉണ്ടാകും, ചിലപ്പോൾ അവിടുത്തെ ജില്ലാ ജഡ്ജിയോ, അങ്ങനെ എപ്പോഴും നിർബന്ധമില്ല, ഒരു ലോയർ എന്തായാലും ഉണ്ടാകും, ഒരു ലീഗൽ ആസ്പെക്റ്റിൽ നിന്ന് ഒരാളുണ്ടാകും, പുറത്തുനിന്നുള്ള പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളും അതിനകത്തുണ്ടാകും. ഇത്ര ആളുകൾ പരിശോധിച്ചിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അടുത്ത അതിൻ്റെ സയൻറ്റിഫിക് ആസ്പെക്റ്റുകൾ പരിശോധിക്കാനായിട്ട് സയൻറ്റിഫിക് റിവ്യൂ കമ്മിറ്റി എന്ന് പറയുന്ന അതിൻ്റെ ഈ പറയുന്ന പ്രത്യയ ശാസ്ത്രം അല്ലെങ്കിൽ ആ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന റിസർച്ച്, അത് ശാസ്ത്രീയമായി അതിന് വാലിഡിറ്റി ഉണ്ടോ, ശാസ്ത്രീയമായിട്ട് അതിന് സത്യമുണ്ടോ, അതിന് അടിത്തറയുണ്ടോ എന്ന് അവർ കൂലങ്കുഷമായിട്ട് പരിശോധിക്കും. അങ്ങനെ കൂലങ്കുഷമായിട്ട് പരിശോധിച്ച് മാത്രമേ ആ റിസർച്ച് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങത്തുള്ളൂ. അടുത്ത ഘട്ടം എത്തിക്കൽ കമ്മിറ്റിയാണ്. ഈ എത്തിക്കൽ കമ്മിറ്റിയിൽ ശാസ്ത്രജ്ഞന്മാരുണ്ട്, രോഗികളുടെ ആളുകളുണ്ടാകും, ലീഗൽ ആളുകളുണ്ടാകും, ഇങ്ങനെ ഒത്തിരി. ഇതുപോലെ തന്നെ ക്ലിനിക്കൽ ട്രയൽ നടത്തി പരിചയമുള്ള ആളുകളുണ്ടാകും, ഫാർമക്കോളജിയുടെ ആളുകൾ കാണും. ഇങ്ങനെ ഇവരെല്ലാവരും കൂടി ഇരുന്ന് അതിശക്തമായി ചർച്ച ചെയ്ത്, പല പ്രാവശ്യം ചർച്ച ചെയ്ത്, അതിൻ്റെ ഓരോ കാര്യങ്ങളും നൂലിര കീറി പരിശോധിച്ചാണ് എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസിൽ പോകുക. അത് കഴിഞ്ഞാൽ മാത്രമേ ആ സ്റ്റഡി അല്ലെങ്കിൽ ആ റിസർച്ച് ആ സ്ഥാപനത്തിൽ നടത്താം എന്ന് പറഞ്ഞൊരു ഒരു അണ്ടർടേക്കിങ് അവർ തരത്തുള്ളൂ. ഇത്രയും കടമ്പകൾ കടക്കണം. അത് ശാസ്ത്രീയമായിരിക്കണം, രോഗിക്ക് പ്രയോജനമാണെന്ന് നമ്മൾ സയൻറ്റിഫിക് റിവ്യൂ ബോർഡിനെയും എത്തിക്കൽ കമ്മിറ്റിയും ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡിനെയും ഒക്കെ ബോധ്യപ്പെടുത്തണം. അവർ സെപ്പറേറ്റ് അത് ചർച്ച ചെയ്യും. ഇത്രയെല്ലാം കഴിഞ്ഞാണ് ആ സ്റ്റഡി നടത്താനൊരു അപ്രൂവൽ നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ സ്റ്റഡി നടത്തുന്ന ആൾ, അവരുടെ ക്വാളിഫിക്കേഷൻ, അവർ ഗുഡ് പ്രാക്ടീസ് ഗൈഡ് ലൈൻസേ നടത്തത്തുള്ളൂ എന്ന് പറഞ്ഞ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. സ്റ്റഡി ഇൻഷുർ ചെയ്തതാവണം. അതുപോലെ തന്നെ ഈ സ്റ്റഡി നടത്തുമ്പോൾ ഈ സ്റ്റഡി മോണിറ്ററിങ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയുണ്ട്. അപ്പോൾ ഈ സ്റ്റഡിക്കകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും, സൈഡ് എഫക്റ്റ് വന്നാൽ, അത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അതെല്ലാം അപ്പോൾ ഈ സ്റ്റഡി മോണിറ്ററിങ് കമ്മിറ്റിക്ക് പീരിയോഡിക്കായിട്ട് റിപ്പോർട്ട് കൊടുക്കണം. വളരെ ഇൻറ്റൻസീവായിട്ട് സ്റ്റഡിയിലുള്ള രോഗികളെയും അവർ മോണിറ്റർ ചെയ്യും. സൈഡ് എഫക്റ്റ് പുതുതായിട്ട് വരുന്നുണ്ടോ, വളരെ ക്വാളിറ്റിയുള്ള ഒരു കെയർ. അതുപോലെ തന്നെ സ്റ്റഡിക്കകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും, അത് ഡോക്ടറാവാം, നേഴ്സാകാം, മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണലാകാം, റിസർച്ച് കോർഡിനേറ്റർ ആകാം, ഇവർക്കൊക്കെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി കൺട്രോളും സർട്ടിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ ഒരു സ്റ്റഡി നടത്താൻ അവർക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ നല്ലൊരു ആശുപത്രി, നല്ല ക്വാളിറ്റിയുള്ള ഒരു ആശുപത്രിയിലെ സ്റ്റഡി നടക്കത്തുള്ളൂ. ഈ സ്റ്റഡി വളരെ സയൻറ്റിഫിക്കാണ്, രോഗികൾക്ക് പ്രയോജനപ്രദമാണെന്ന് പല തലത്തിൽ നമ്മൾ ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ സ്റ്റഡി നടത്താനുള്ള ഒരു പെർമിഷൻ നമുക്ക് കിട്ടത്തുള്ളൂ.
സ്റ്റഡി നടത്തുന്ന ആളുകൾ അതുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ക്ലിനിക്കൽ ട്രയൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ക്ലിനിക്കൽ ട്രയൽ നടക്കുമ്പോൾ ആ രോഗികളെയും രോഗിയുടെ അവസ്ഥയും കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മെച്ചപ്പെട്ട ഏറ്റവും നല്ല ചികിത്സ നമുക്ക് കിട്ടണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെന്ന് വരികയിൽ വളരെ സിമ്പിളാണ്. ഒരു സ്റ്റഡി ഉണ്ടെങ്കിൽ ആ സ്റ്റഡിയിൽ എൻറോൾ ചെയ്യുക, സ്റ്റഡിയിൽ നമ്മൾ ചേരുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ചികിത്സ നമുക്ക് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.